മലയാള സിനിമയിലെ ഹാസ്യചക്രവർത്തി ആര് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ: ജഗതി ശ്രീകുമാർ. ഹാസ്യരസത്തെ തൻ്റെ തനതായ ശൈലിയിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികളെ ആസ്വദിപ്പിച്ച ഒരു മഹാനടനാണ് ജഗതി ശ്രീകുമാർ. 4 പതിറ്റാണ്ടോളം നീണ്ട അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം വഴി 1000-ലധികം കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. കഥകളിയിലെ നവരസഭാവങ്ങളെപ്പോലും ഹാസ്യാത്മകമായി അവതരിപ്പിച്ച് നമ്മളെ ചിരിപ്പിച്ച് പോയ ഒരു നടനാണ് ശ്രീ ജഗതി ശ്രീകുമാർ. 2012 സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടി പോകുന്ന വഴിക്ക് കോഴിക്കോട് വച്ച് ജഗതി ശ്രീകുമാർ ഒരു വാഹന അപകടത്തിൽ പെട്ടു. പാതിരാത്രിയോട് അടുത്ത സമയത്താണ് ഈ അപകടം നടക്കുന്നത്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് ആൾക്കാർ എത്തുവാൻ 1 മണിക്കൂറോളം വൈകിയിരുന്നു എന്നാണ് അന്ന് വാർത്തകൾ ഉണ്ടായിരുന്നത്. ഏതായാലും ആംബുലൻസ് എത്തി അദ്ദേഹത്തെയും ഡ്രൈവറെയും കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിൽ ആക്കുകയുണ്ടായി. 1 മാസത്തോളം നീണ്ട അവിടുത്തെ ചികിത്സകൾക്ക് ശേഷം അദ്ദേഹത്തെ വെല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അവിടെയും ഏറെ നാൾ നീണ്ട ചികിത്സയ്ക്കു ശേഷം തിരുവനന്തപുരത്തെ സ്വവസതിയിൽ മടങ്ങിയെത്തിയ ജഗതി ശ്രീകുമാർ അദ്ദേഹത്തെ പിന്നെ നാം കാണുന്നത് ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന നടനെയാണ്. ഇപ്പോൾ അതിനൊക്കെ ശേഷം 13 വർഷത്തോളം കഴിയുമ്പോൾ ജഗതി ശ്രീകുമാർ പല പൊതുപരിപാടികളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സിനിമയിൽ അഭിനയിച്ചിരുന്ന കാലത്തേക്കാൾ കൂടുതൽ മുഖലാവണ്യവും കരുത്തുള്ള ശരീരവും ഒക്കെ ആയിട്ടാണ് ജഗതിയെ ഇപ്പോൾ നാം ചാനലുകളിലും മറ്റും കാണുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ അഭിനന്ദിക്കുന്ന ചടങ്ങിലും ജഗതി ശ്രീകുമാർ എത്തിയിരുന്നു. സദസ്സിൽ ഒരു വീൽ ചെയറിൽ ഇരുന്ന ജഗതിയെ മോഹൻലാൽ അങ്ങോട്ട് ചെന്ന് ആലിംഗനം ചെയ്യുന്നതും അദ്ദേഹത്തെ ഹസ്തദാനം നൽകി കസേരയിൽ ഇരുത്തുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇത്രയുമൊക്കെ നടക്കുമ്പോഴും ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു മഹാനടന് എന്തുകൊണ്ട് സ്വന്തം നാവ് അനക്കുവാനോ അല്ലെങ്കിൽ ആൾക്കാരെ തിരിച്ചറിയുമ്പോൾ എന്തെങ്കിലും തരത്തിൽ സമ്മതിക്കാനോ കഴിയുന്നില്ല എന്നത് നമുക്കാർക്കും മനസ്സിലാവാത്ത കാരണമാണ്. പഴയ കാലമൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് അത്യാധുനികമായ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഉള്ള നിരവധി ഹോസ്പിറ്റലുകൾ ഉള്ള ഒരു സംസ്ഥാനത്താണ്. ഇതിനേക്കാളൊക്കെ മാരകമായ രോഗം ബാധിച്ച ചലച്ചിത്ര നടന്മാരും പ്രവർത്തകരും വരെ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ലാത്ത ജഗതി ശ്രീകുമാറിന് ആൾക്കാരെ കാണുമ്പോൾ തിരിച്ചറിയുന്നുണ്ട്, അവരോട് സംസാരിക്കണം എന്നുണ്ട്. എന്നിട്ടും അദ്ദേഹം മിണ്ടാട്ടം ഇല്ലാതെ കഴിയുന്നു എന്നത് ഒരു പഠനത്തിനും പരിശോധനയ്ക്കും വിധേയമാക്കേണ്ടതാണ്. ജഗതിക്ക് ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു. സിനിമയിൽ വലിയ പ്രതാപത്തിൽ നിൽക്കുമ്പോഴും സിനിമാ മേഖലയിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളെ പരസ്യമായി ചൂണ്ടിക്കാണിക്കുവാനും അതിനെതിരെ പ്രതികരിക്കാനും ജഗതി എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. സിനിമാ മേഖലയിൽ നടക്കുന്ന ലഹരി വ്യാപനവും സാമ്പത്തിക തട്ടിപ്പുകളും അതുപോലെ തന്നെയുള്ള തെറ്റായ പ്രവണതകളും പലപ്പോഴും ജഗതി പരസ്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ പറച്ചിൽ വഴി അദ്ദേഹം ശത്രുക്കളെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ എന്നത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം സിനിമാ മേഖല എപ്പോഴും കോടികൾ വാരിക്കോരി ഒഴുക്കുന്ന ഒരു മേഖലയാണ്. അവിടെയും ഉണ്ട് നടന്മാരും നടിമാരും സാങ്കേതിക പ്രവർത്തകരും ഒക്കെ തമ്മിലുള്ള കുടിപ്പകകൾ. അത്തരം പകയുടെ ഇരയായ
അതിൻ്റെ ഭാഗമായിട്ടാണോ ജഗതി വണ്ടി അപകടത്തിൽ പെടുന്നത് എന്നതും നിസ്സാരമായ ഒരു അവസ്ഥയിലാണ് പരിക്കുകളുമായി ജഗതി ആദ്യം ആശുപത്രിയിൽ എത്തുന്നത്. അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ എത്തുന്നത് വരെ ജഗതി സംസാരിക്കുകയും ജഗതിക്ക് ബോധത്തിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നും അന്ന് വാർത്തകളിൽ വന്നിരുന്നതാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ജഗതിയെ ഒരു മിണ്ടാപ്രാണിയാക്കി മാറ്റിയതിന് പിന്നിൽ എന്താണ് നടന്നത് എന്നറിയാനുള്ള ഒരാകാംക്ഷ ഇപ്പോഴും മലയാളത്തിലെ സിനിമാ പ്രേമികൾക്കും നാട്ടുകാർക്കും ഉണ്ട്. തെറ്റുകുറ്റങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത സിനിമാ മേഖലയിൽ ജഗതിയെ എന്തെങ്കിലും തരത്തിൽ ഒതുക്കുന്നതിനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അപകടവും പിന്നീടുള്ള ചികിത്സകളും പിന്നെ ഒന്നും മിണ്ടാൻ കഴിയാത്ത ഒരു സ്ഥിരം രോഗിയായി അദ്ദേഹം മാറിയതും എന്ന കാര്യം നാട്ടുകാർക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയമാണ്. ജഗതിയുടെ വാഹന അപകട വാർത്ത നമ്മൾ ഓർമ്മിക്കുമ്പോൾ മറ്റൊന്നുകൂടി ഇതിനോട് ചേർത്ത് പറയേണ്ടതുണ്ട്. ഏറ്റവും പ്രശസ്തനായ വയലിനിസ്റ്റ് ബാലഭാസ്കറും കുടുംബവും ഇതുപോലെ തന്നെ ഗുരുവായൂരമ്പലത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിലാണ് അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നത്. ഈ അപകടത്തെപ്പറ്റി ഇപ്പോഴും പലതരത്തിലുള്ള വാർത്തകൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സിനിമാ മേഖലയിലെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർ തമ്മിലുള്ള കുടിപ്പകയായിരുന്നു ഈ അപകടത്തിന് കാരണം എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ആണോ ജഗതി ശ്രീകുമാറിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം മലയാള സിനിമാ പ്രേക്ഷകർക്ക് മാത്രമല്ല, ജഗതി ഇന്നും കുടുകുടെ ചിരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒന്നാകെ അതറിയാനുള്ള ആഗ്രഹമുണ്ട് എന്നതാണ് വാസ്തവം.